different types of cost. In that, labor cost, material cost, and overhead cost, and the difference between the cost of design and the cost of the designed device, or the cost of production and the cost of design product, or the product market value. Okay, so that is the last topic. Now, design right. What is the concept of design right? Design right means if we create a new design, then we can prevent others from copying or exploiting our design. നമ്മളൊരു ഡിസൈൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഡിസൈനിനെ മറ്റൊരാൾ കോപ്പി ചെയ്യുന്നത് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. ആ ഒരു കൺസെപ്റ്റാണ് ഡിസൈൻ റൈറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ വി ക്യാൻ പ്രിവെന്റ് others from copying our identical design. Okay, so that is the concept of design right. ഈ ഡിസൈൻ റൈറ്റ് ആയിട്ട് റിലേറ്റ് ചെയ്ത ഒരു ടേം എന്താണ്? നിങ്ങളൊക്കെ കേട്ടിട്ടുള്ള ഒരു ടേം ആണ്. എന്താണ് ഡിസൈൻ റൈറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ടേം? ഡിസൈൻ റൈറ്റ് റിലേറ്റഡ് ടേം വളരെ പോപ്പുലർ ആയിട്ടുള്ള, വളരെ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു ടേം ആയിരിക്കും. ടേം റിലേറ്റഡ് ടു ഡിസൈൻ റൈറ്റ്. വാട്ട് ഈസ് ദാറ്റ്? ടേം റിലേറ്റഡ് ടു ഡിസൈൻ റൈറ്റ്. Once again, what is design right? Design right, if we create a new design, then we can prevent others from copying our design. So that is the concept of design right. So ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ടേം നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആയിരിക്കും. എന്താണത് ആ ടേം? പാറ്റന്റ്. ഓക്കെ, പാറ്റന്റ് എന്നുള്ള ടേം എല്ലാവരും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നിങ്ങളൊരു ന്യൂ ആയിട്ടുള്ള ഒരു കാര്യം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മറ്റുള്ളവർ അതിനെ മിസ്യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കോപ്പി ചെയ്യാതിരിക്കാൻ വേണ്ടി നിങ്ങൾ പാറ്റന്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ എക്സ്ക്ലൂസീവ് റൈറ്റ് കിട്ടും. ആൻഡ് മറ്റുള്ളവർ അത് യൂസ് ചെയ്യുകയാണെങ്കിൽ പോലും അതിന്റെ ഒരു ഷെയർ നിങ്ങൾക്ക് കിട്ടും. സോ ദാറ്റ് ഇസ് ദ കൺസെപ്റ്റ് ഓഫ് പാറ്റന്റ് ആൻഡ് ഇറ്റ് ഈസ് സംവാട്ട് റിലേറ്റഡ് ടു ഡിസൈൻ റൈറ്റ്. ഓക്കെ, സോ ഇഫ് വി ക്രിയേറ്റ് എ ന്യൂ ഡിസൈൻ, then we can prevent our design from copying. A registered design is an excellent and cost-effective tool to protect our right against copying and counterfeiting. കോപ്പി ചെയ്യുന്ന ആ ഒരു ഇതിനെ, കോപ്പിങ്ങിനെ പ്രിവെന്റ് ചെയ്യുന്ന ഒരു നമുക്കുള്ള ഒരു റൈറ്റിനെയാണ് ഡിസൈൻഡ് രജിസ്റ്റേർഡ് ഡിസൈൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, and it gives an exclusive right to your design for a limited time. ഒരു ഫിക്സഡ് ടൈം അല്ലെങ്കിൽ എക്സ്ക്ലൂസീവ് ടൈം വരെ, അല്ലെങ്കിൽ ഒന്നുകിൽ ഒരു ലിമിറ്റഡ് ടൈം പീരീഡ് വരെ, അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു എക്സ്ക്ലൂസീവ് റൈറ്റ് നിങ്ങൾക്ക് തരുന്ന ഒരു കൺസെപ്റ്റിനെയാണ് ഡിസൈൻ റൈറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ വി ക്യാൻ പ്രൊട്ടക്ട് ദ ലുക്ക് ഓഫ് അവർ പ്രോഡക്റ്റ്, മീൻസ് ഹോൾ പ്രോഡക്റ്റ് ഓർ എ പാർട്ട് ഓഫ് പ്രോഡക്റ്റ് ഓർ എ സ്മോൾ ഡീറ്റെയിൽ. ഒന്നുകിൽ നമുക്ക് കംപ്ലീറ്റ് പ്രോഡക്റ്റ് തന്നെ നമുക്ക് ഡിസൈൻ റൈറ്റ് വെച്ചിട്ട് പ്രൊട്ടക്ട് ചെയ്യാം, ഓർ എ പാർട്ട്, അതിന്റെ ഒരു പാർട്ട് മാത്രം നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും, ഓർ ഈവൻ ഒരു ചെറിയ ഡീറ്റെയിലിംഗ് പോലും നമുക്ക് ഡിസൈൻ റൈറ്റ് യൂസ് ചെയ്തിട്ട് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പ്രൊട്ടക്ട് ചെയ്യാൻ മീൻസ് മറ്റുള്ളവരെ അത് കോപ്പി ചെയ്യുന്നതിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, കംപ്ലീറ്റ് പ്രോഡക്റ്റ് തന്നെ നമുക്ക് ഇതിനു വേണ്ടി ഉണ്ടാക്കണമെന്നില്ല. മേ ബി ഒരു പാർട്ട് ഓഫ് പ്രൊഡക്റ്റ് ആവാം, ഓർ ഈവൻ എ സ്മോൾ ഡീറ്റെയിൽ തന്നെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ബട്ട് ദർ ആർ സം ക്രൈറ്റീരിയ, ലൈക്ക് അത് ഐഡന്റിക്കൽ ആയിരിക്കണം, ന്യൂ ആയിരിക്കണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്ക് അടുത്ത ഇതിൽ നോക്കാം. ജസ്റ്റ് ഇപ്പോൾ അത്ര ഐഡിയ മനസ്സിലാക്കുക. വി ക്യാൻ പ്രൊട്ടക്ട് the whole product or a part of our product or even just a small detail, and our product must be something functional. Something functional ആയിട്ടുള്ളതായിരിക്കണം നമ്മുടെ product. Okay, so we can protect these much of things like graphical symbols, logos, computer icons, user interface graphics, even typeface like fonts. ഫോണ്ട് പോലെയുള്ള കാര്യങ്ങൾ പോലും നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ പുതുതായിട്ടൊരു ഫോണ്ട് അല്ലെങ്കിൽ പുതുതായിട്ട് ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒന്ന് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് റൈറ്റ് അവകാശപ്പെടാം. ഓക്കെ, സോ അങ്ങനെയുള്ള ഒരു റൈറ്റ് അവകാശപ്പെട്ട് കഴിഞ്ഞാൽ, ഡിസൈൻ റൈറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ആ ഒരു കാര്യം കോപ്പി ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, സോ വി ക്യാൻ പ്രൊട്ടക്ട് സോ മച്ച് ഓഫ് തിങ്സ് ലൈക്ക് ഗ്രാഫിക്കൽ സിംബൽ, ലോഗോസ്, കമ്പ്യൂട്ടർ ഐക്കൺ, യൂസർ ഇന്റർഫേസ്, typeface like fonts, okay, with a registered design.
but the design must be new and should have individual character. That is the criteria. നമുക്ക് ഇതൊക്കെ പ്രൊട്ടക്ട് ചെയ്യാം, but that design should be new. That design must be new and should have individual character. Okay, so in order for a registered design to be valid, നമ്മൾ ഒരു ഡിസൈൻ ഉണ്ടാക്കി അത് രജിസ്ട്രേഷന് വേണ്ടി കൊടുത്തു, ബട്ട് അത് വാലിഡ് ആവണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒന്ന് അത് ന്യൂ ആയിരിക്കണം. നോ സിമിലർ ഓർ ഐഡന്റിക്കൽ ഡിസൈൻ അതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യാൻ പാടില്ല. ടു ഷുഡ് ഹാവ് എൻ ഇൻഡിവിജ്വൽ ക്യാരക്ടർ, ഇതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ക്യാരക്ടർ ഉണ്ടായിരിക്കണം. ഓക്കെ, ദ അപ്പിയറൻസ് ഓഫ് ദ ഡിസൈൻ ഈസ് ഡിഫറെന്റ് ടു എനി എക്സിസ്റ്റിംഗ് സിസ്റ്റം. എക്സിസ്റ്റിംഗ് സിസ്റ്റമായിട്ട് യാതൊരു കണക്ഷനും ഉണ്ടാവാൻ പാടില്ല, അത് ഡിഫറെന്റ് ആയിരിക്കണം. ഈ രണ്ട് ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്താൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ എ ഡിസൈൻ കനോട്ട് ബി രജിസ്റ്റേർഡ് ഇഫ് ഇറ്റ് ഈസ് ഡസ് നോട്ട് ഹാവ് ഇൻഡിവിജ്വൽ ക്യാരക്ടർ. ഇൻഡിവിജ്വൽ ക്യാരക്ടറോ ന്യൂ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് അല്ല എങ്കിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. പ്ലസ് ഒഫൻസീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കണ്ടന്റ് ആണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നതെങ്കിൽ അത് നമുക്ക് രജിസ്ട്രേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ ദിസ് ഈസ് അബൌട്ട് ഡിസൈൻ റൈറ്റ്. Okay, so once again, what is design right? Design right gives you an exclusive right to your design in a limited time period, and we can register for right for complete product, part of product, or even just a small detail, and our product must be something functional. Then നമുക്ക് എന്തൊക്കെ ഇങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും? ഗ്രാഫിക്കൽ സിമ്പിൾ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും, ലോഗോസ്, കമ്പ്യൂട്ടർ ഐക്കൺ, യൂസർ ഇന്റർഫേസ് ഗ്രാഫിക്സ്, ടൈപ്പ് ഫേസ്, ഇങ്ങനെയുള്ള എന്ത് വേണമെങ്കിലും നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ബട്ട് ഇറ്റ് ഷുഡ് ഹാവ് സാറ്റിസ്ഫൈ സം ക്രൈറ്റീരിയ. എന്തൊക്കെയാണ് ക്രൈറ്റീരിയ? ഇത് ന്യൂ ആയിരിക്കണം, സിമിലർ ആയിട്ടുള്ള ഐഡന്റിക്കൽ ആയിട്ടുള്ള ഡിസൈൻസ് ഉണ്ടാവാൻ പാടില്ല, ആൻഡ് ഷുഡ് ഹാവ് ഇൻഡിവിജ്വൽ ക്യാരക്ടർ. ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ക്യാരക്ടർ ഉണ്ടായിരിക്കണം അപ്പിയറൻസ് വൈസ്. ഇങ്ങനെയൊരു ഇൻഡിവിജ്വൽ ക്യാരക്ടർ ഇല്ലെങ്കിലോ, ന്യൂ കൺസെപ്റ്റ് അല്ലെങ്കിലോ, ഒഫൻസീവ് ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടന്റോ ആണെങ്കിൽ നമുക്ക് ഇതിനെ ഡിസൈൻ റൈറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, സോ ദിസ് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് ഡിസൈൻ റൈറ്റ്. ഓക്കെ, സോ നൗ ദ ലാസ്റ്റ് ടോപ്പിക്, എത്തിക്സ് ഇൻ ഡിസൈൻ. എത്തിക്സ് ഇൻ ഡിസൈൻ മീൻസ് നമ്മളൊരു പുതിയ പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ എത്തിക്സ് അതിൽ ഫോളോ ചെയ്യണം, അതാണ് എത്തിക്സ് ഇൻ ഡിസൈൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നിങ്ങൾ എഞ്ചിനീയറിംഗ് എത്തിക്സ് ഒക്കെ ഓൾറെഡി പ്രീവിയസ് ലോവർ സെമ്മിൽ പഠിച്ചിട്ടുണ്ടാവും. സോ ഇൻ ഡിസൈൻ ഓൾസോ വി ഹാവ് ടു ഫോളോ സം എത്തിക്കൽ കൺസെപ്റ്റ്. സോ ടു ഡിസൈൻ മീൻസ് ടു ആക്സെപ്റ്റ് റെസ്പോൺസിബിലിറ്റി ഫോർ ക്രിയേറ്റിംഗ് ഡിസൈൻ. അതായത് ഈ ഡിസൈനേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു സൊസൈറ്റിനെ വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി അവരുണ്ടാക്കുന്ന പ്രോഡക്റ്റ്, ഡിസൈനേഴ്സ് ഡിസൈൻ ചെയ്യുന്ന പ്രോഡക്റ്റ് ഈ സൊസൈറ്റിനകത്ത് വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് ഒരു എത്തിക്കൽ വാല്യൂസ് ഫോളോ ചെയ്തിട്ട് മാത്രമേ ഉണ്ടാക്കാൻ പാടുള്ളൂ. സോ ദാറ്റ് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് എത്തിക്സ് ഇൻ ഡിസൈൻ. വൺസ് അഗൈൻ, ഡിസൈനേഴ്സ് ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ സൊസൈറ്റിൻ്റെ അകത്ത് വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആ ഒരു പ്രോഡക്റ്റ് ഒരു എത്തിക്സും അനുസരിച്ച് മാത്രമേ ഉണ്ടാക്കാൻ പാടുള്ളൂ. ഓക്കെ, അത് ഒരു സെറ്റ് ഓഫ് റൂൾസ് ഉണ്ടാവും, സെറ്റ് ഓഫ് കോഡ്സ് എന്നാണ് അതിന് പറയുക. അത് ഫോളോ ചെയ്തിട്ട് മാത്രമേ നമ്മൾ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാൻ പാടുള്ളൂ. കാരണം ഈ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് സൊസൈറ്റിനെ അത്രയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. സോ വി മസ്റ്റ് കൺസിഡർ എത്തിക്സ് ആൻഡ് എത്തിക്കൽ ബിഹേവിയർ ഇൻ അവർ എക്സാമിനേഷൻ ഓഫ് ഹൗ എഞ്ചിനീയേഴ്സ് ഡിസൈൻ തിങ്സ്. ഓക്കെ, സോ എത്തിക്സ്, മോറൽസ്, ഒബ്ലിഗേഷൻസ്, ഡ്യൂട്ടി, ഇതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ടേംസ് ആണ്. നമുക്ക് ജസ്റ്റ് ഒരു ഡെഫിനേഷൻ ഒന്ന് നോക്കാം. വാട്ട് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് എത്തിക്സ് ആൻഡ് വാട്ട് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് മോറൽ? Ethics, we can say that discipline dealing with what is good and what is bad, and with the moral duty and obligation. This is one technical definition. A discipline dealing with what is good and bad, and with the moral. Just a minute. Okay. Also, we can say that ethics is a set of moral principles or values, or a theory or system of moral values, or the principles of conduct governing an individual or group. ഇതൊക്കെ ഇതിന്റെ ഒരു ഡെഫിനേഷൻ ആയിട്ട് പറയാം, വാട്ട് ഈസ് എത്തിക്സ് എന്നുള്ളത്. നമുക്ക് ഒരു ടെക്നിക്കൽ ഡെഫിനേഷൻ പോലെ പറയുകയാണെങ്കിൽ ഡിസിപ്ലിൻ ഡീലിംഗ് വിത്ത് വാട്ട് ഈസ് ഗുഡ് ആൻഡ് ബാഡ്, ആൻഡ് വിത്ത് മോറൽ ഡ്യൂട്ടി ആൻഡ് ഒബ്ലിഗേഷൻ. ദിസ് ഈസ് ദ
definition of ethics. Now, what is moral? Moral means it's related to principles of right or wrong in behavior, and it is expressing or teaching a conception of right behavior. അതാണ് moral എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഈ ഡെഫിനിഷൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വിട്ടാൽ മതി. നിങ്ങൾക്കറിയാം എന്താണ് എത്തിക്സ് എന്ന് നിങ്ങൾക്കറിയാം. അത് ആ എത്തിക്സ് എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മൾ ഡിസൈനിൻ്റെ അകത്ത് എങ്ങനെ കൊണ്ടുവരുന്നു എന്നുള്ളത് മാത്രമേ ഡിസൈൻ എത്തിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. കാരണം നമ്മൾ ഉണ്ടാക്കുന്ന ഡിസൈൻ സൊസൈറ്റിനെ അത്രയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ എത്തിക്സ് ഒക്കെ ഫോളോ ചെയ്തിട്ട്, മോറൽസ് ഒക്കെ ഫോളോ ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഡിസൈൻസിനൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദാറ്റ് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് എത്തിക്സ് ആൻഡ് മോറൽ. ദെൻ കോഡ്സ് ഓഫ് എത്തിക്സ്. വാട്ട് ആർ അവർ പ്രൊഫഷണൽ ഒബ്ലിഗേഷൻസ്? എന്തൊക്കെയാണ് നമ്മുടെ ഒബ്ലിഗേഷൻസ്? ഒരു കൺസെപ്റ്റ് ഉണ്ട്, പ്രൊഫഷണൽ എഞ്ചിനീയറിംഗ് സൊസൈറ്റീസ്. ഈ പ്രൊഫഷണൽ എഞ്ചിനീയറിംഗ് സൊസൈറ്റീസ് ആണ് എന്തൊക്കെ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സും, അതായത് ഡിസൈനേഴ്സിനും എഞ്ചിനീയേഴ്സിനും ഒക്കെ ആവശ്യമായിട്ടുള്ള എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ്, റൂൾസ്, കോഡ് ഓഫ് കണ്ടക്ട്, ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ എഞ്ചിനീയറിംഗ് സൊസൈറ്റീസ് ഉണ്ട്. ഓക്കെ, സോ അവരാണ് ഈ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഡിസൈനേഴ്സിനും എഞ്ചിനീയേഴ്സിനും ഒക്കെ വേണ്ടിയിട്ട് ജനറേറ്റ് ചെയ്യുന്നുണ്ടാവും. ആൻഡ് ദീസ് ethical standards speak to the various and often conflicting obligations that an engineer must meet. ഒരു എഞ്ചിനീയർ, ഒരു ഡിസൈനർ മീറ്റ് ചെയ്യേണ്ട ഒബ്ലിഗേഷൻസ് എന്തൊക്കെയാണ് എന്ന് പറയുന്നതാണ് ഈ ഒരു എത്തിക്കൽ സ്റ്റാൻഡേർഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് ഈ പ്രൊഫഷണൽ എഞ്ചിനീയറിംഗ് സൊസൈറ്റീസ് ആയിരിക്കും. ഓൾസോ ദീസ് സൊസൈറ്റീസ് പ്രൊവൈഡ് മെക്കാനിസം ഫോർ ഹെൽപ്പിംഗ് എഞ്ചിനീയേഴ്സ് റിസോൾവിംഗ് കോൺഫ്ലിക്റ്റ് ഒബ്ലിഗേഷൻസ്. ഈ ഒബ്ലിഗേഷൻസ്, കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ഒബ്ലിഗേഷൻസ് സോൾവ് ചെയ്യാനും അതിനുള്ള സജഷൻസും അതിനുള്ള എക്സ്പേർട്ട് ആയിട്ടുള്ള ഒപ്പീനിയൻസ് ഒക്കെ ഈ എഞ്ചിനീയറിംഗ്, പ്രൊഫഷണൽ എഞ്ചിനീയറിംഗ് സൊസൈറ്റീസ് ഈ എഞ്ചിനീയേഴ്സ് ആൻഡ് ഡിസൈനേഴ്സിന് പ്രൊവൈഡ് ചെയ്യും. ആൻഡ് മോസ്റ്റ് ഓഫ് ദ എഞ്ചിനീയറിംഗ് സൊസൈറ്റി പബ്ലിഷ് കോഡ് ഓഫ് എത്തിക്സ്. ഓക്കെ, കോഡ് ഓഫ് എത്തിക്സ് എന്നുള്ള പോയിന്റ് ഒന്ന് ഓർമ്മിക്കുക. കോഡ് ഓഫ് എത്തിക്സ് മീൻസ് എ സെറ്റ് ഓഫ് റൂൾസ് ദാറ്റ് ദ എഞ്ചിനീയേഴ്സ് ഓർ ദ ഡിസൈനേഴ്സ് മസ്റ്റ് ഫോളോ. ഓക്കെ, ഈ കോഡ് എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് സ്റ്റൈൽ ഓഫ് എഞ്ചിനീയറിംഗ് പ്രാക്ടീസിനനുസരിച്ച് ഈ കോഡും ഡിഫർ ചെയ്യപ്പെടും. ഓക്കെ, ദ ഡിഫറൻസ് ഇൻ കോഡ് റിഫ്ലക്ട് ദ ഡിഫറൻസ് ഇൻ സ്റ്റൈൽ ഓഫ് എഞ്ചിനീയറിംഗ് പ്രാക്ടീസ്. നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ഡിസൈനിനകത്ത് അപ്രോച്ച് ചെയ്യുന്ന രീതിക്കനുസരിച്ച് ഈ കോഡ് ഓഫ് കണ്ടക്ട് അല്ലെങ്കിൽ ഈ കോഡ് ഓഫ് എത്തിക്സ് മാറിക്കൊണ്ടിരിക്കും. ഇത് എപ്പോഴും എല്ലായിടത്തും ഒരേപോലെ ആയിരിക്കണമെന്നില്ല. വേൾഡിന്റെ എല്ലാ പാർട്ടിലും ഈ ഒരു കോഡ് ഒരേപോലെ ആയിരിക്കണമെന്നില്ല. ഓക്കെ, ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സ്റ്റൈൽ ഓഫ് എഞ്ചിനീയറിംഗ് പ്രാക്ടീസ്. എഞ്ചിനീയറിംഗ് പ്രാക്ടീസ് മാറുന്നതിനനുസരിച്ചിട്ട് ഇതും മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, സോ ദാറ്റ് ഇസ് അബൌട്ട് എഞ്ചിനീയറിംഗ് കോഡ് ഓഫ് എത്തിക്സ്. ആ പോയിന്റ് ഓർമ്മിക്കുക. വാട്ട് ഈസ് കോഡ് ഓഫ് എത്തിക്സ്? ആക്ച്വലി പ്രൊഫഷണൽ എഞ്ചിനീയറിംഗ് സൊസൈറ്റീസ് ആണ് ഡിസൈനേഴ്സിനും എഞ്ചിനീയേഴ്സിനും വേണ്ടിയിട്ടുള്ള എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ എഞ്ചിനീയേഴ്സ് എന്തൊക്കെ ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യണം അവരുടെ ഡിസൈനിൻ്റെ അകത്ത്, അവരുടെ എഞ്ചിനീയറിംഗ് ആക്ടിവിറ്റീസിൻ്റെ അകത്ത്. അതാണ് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് പറയുന്നത്. ഓക്കെ, പ്ലസ് കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഒബ്ലിഗേഷൻസ് ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാനുള്ള സജഷൻസും എക്സ്പേർട്ട് ആയിട്ടുള്ള ഒപ്പീനിയൻസും ഒക്കെ ഈ എഞ്ചിനീയറിംഗ് സൊസൈറ്റീസ് എഞ്ചിനീയേഴ്സിന് അല്ലെങ്കിൽ ഡിസൈനേഴ്സിന് പ്രൊവൈഡ് ചെയ്യും. ആൻഡ് ദേ ക്രിയേറ്റ് കോഡ് ഓഫ് എത്തിക്സ്. ഈ എഞ്ചിനീയറിംഗ് സൊസൈറ്റീസ് ആണ് കോഡ് ഓഫ് എത്തിക്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. കോഡ് ഓഫ് എത്തിക്സ് മീൻസ് ദ സെറ്റ് ഓഫ് റൂൾസ് ദാറ്റ് ദ എഞ്ചിനീയേഴ്സ് ആൻഡ് ഡിസൈനേഴ്സ് മസ്റ്റ് ഫോളോ. ഇതാണ് കോഡ് ഓഫ് എത്തിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇത് വേരി ചെയ്യും, എല്ലായിടത്തും ഒരേപോലെ ആയിരിക്കണമെന്നില്ല. ഒരു കൺട്രിയിൽ യൂസ് ചെയ്യുന്നതായിരിക്കണമെന്നില്ല മറ്റൊരു കൺട്രിയിൽ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സ്റ്റൈൽ ഓഫ് എഞ്ചിനീയറിംഗ് പ്രാക്ടീസ്. അതിനനുസരിച്ചിട്ട് ഈ കോഡിൻ്റെ അകത്തും ഡിഫറൻസ് ഉണ്ടായിരിക്കും. അതൊന്ന് ഓർമ്മിച്ച് വെക്കുക. ദെൻ ഫൈനലി അൾട്ടിമേറ്റ്ലി എത്തിക്സ് എന്ന് പറയുന്നത് പേഴ്സണൽ ആയിട്ടുള്ളതാണ്. ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ അത് പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇൻഡിവിജ്വലിൻ്റെ അകത്ത് ഓരോ സിറ്റുവേഷൻ്റെ അകത്തും എന്തൊക്കെ സെനാരിയോസ് വരുന്നു എന്നതിനനുസരിച്ച് ഇത് മാറിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ഓക്കെ, സോ അതുകൂടി ഒന്ന് കൺസിഡർ ചെയ്യേണ്ട കാര്യമുണ്ട്. ഈ രണ്ട് ടോപ്പിക്കാണ് നമുക്ക് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് പറയാനുള്ളത്. വൺ, ഡിസൈൻ റൈറ്റും മറ്റൊന്ന് എത്തിക്സ് ഇൻ ഡിസൈൻ. ഡിസൈൻ റൈറ്റ് എന്നുള്ള കൺസെപ്റ്റ് എന്താണ്? നമ്മൾ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റിന്റെ ഒരു അവകാശം എന്ന് വേണമെങ്കിൽ പറയാം, അത് നമുക്ക് എക്സ്ക്ലൂസീവായിട്ട് കിട്ടണം. മറ്റൊരാൾ ഇതിനെ കോപ്പി ചെയ്ത് എടുക്കാൻ വേണ്ടി പാടില്ല. സോ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ആണ് എക്സ്ക്ലൂസീവ് റൈറ്റ് ആണ് ഡിസൈൻ റൈറ്റ് എന്ന് പറയുന്നത്. നമുക്ക് കംപ്ലീറ്റ് പ്രോഡക്റ്റോ പാർട്ട് ഓഫ് പ്രോഡക്റ്റോ ഓർ ഒരു സ്മോൾ ഡീറ്റെയിലിംഗ് പോലും ഇഫ് ഇറ്റ് ഈസ് യൂണീക്ക് ആണ് എങ്കിൽ
നമുക്ക് ഡിസൈൻ റൈറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അത് എന്ത് കാര്യങ്ങളും ചെയ്യാം. ഗ്രാഫിക്കൽ സിംബൽ, ലോഗോസ്, കമ്പ്യൂട്ടർ ഐക്കൺസ്, ഫോൺസ്, ഗ്രാഫിക്കൽ ഗ്രാഫിക്കൽ ഇന്റർഫേസ്, ഇതൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ബട്ട് ഓൺലി ക്രൈറ്റീരിയ, ഇറ്റ് ഷുഡ് ബി ന്യൂ, ഇറ്റ് മസ്റ്റ് ബി ന്യൂ ആൻഡ് ഇറ്റ് ഷുഡ് ഹാവ് ഇൻഡിവിജ്വൽ ക്യാരക്ടർ. പുതിയതല്ല, ഇൻഡിവിജ്വൽ ക്യാരക്ടർ അല്ല, എന്തെങ്കിലും ഒഫൻസീവ് ആണ് എങ്കിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ ദാറ്റ് ഇസ് ഡിസൈൻ റൈറ്റ്. ദെൻ എത്തിക്സ് ഇൻ ഡിസൈൻ മീൻസ് എഞ്ചിനീയേഴ്സ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഡിസൈനേഴ്സ് ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് സൊസൈറ്റീനെ അത്രയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ്. സോ വി ഹാവ് ടു follow some ethical behavior or ethical concept in our design. So that is the concept of ethics in design. And definition of ethics and moral. Ethics means a discipline dealing with what is good and bad and with moral duty and obligation. Then code of ethics. Code of ethics means ഈ code of ethics ആരാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? പ്രൊഫഷണൽ എഞ്ചിനീയറിംഗ് സൊസൈറ്റീസ് ഉണ്ടാവും. ഈ പ്രൊഫഷണൽ എഞ്ചിനീയറിംഗ് സൊസൈറ്റീസ് ആണ് ഡിസൈനേഴ്സിനും എഞ്ചിനീയേഴ്സിനും വേണ്ടുന്ന എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആൻഡ് ദീസ് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് സ്പെസിഫൈ വേരിയസ് ഒബ്ലിഗേഷൻസ് ദാറ്റ് എൻ എഞ്ചിനീയർ മസ്റ്റ് ഫോളോ. എഞ്ചിനീയർ ഫോളോ ചെയ്യേണ്ട കുറച്ച് ഒബ്ലിഗേഷൻസ് ആണ് പറയുന്നത്. പ്ലസ് കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ഒബ്ലിഗേഷൻസ് ഉണ്ട് എങ്കിൽ അതിനെ സോൾവ് ചെയ്യാനുള്ള എക്സ്പെർട്ട് ആയിട്ടുള്ള ഒപ്പീനിയൻസ് ഒക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യും. ആൻഡ് ദേ ക്രിയേറ്റ് ദ കോഡ് ഓഫ് എത്തിക്സ്. കോഡ് ഓഫ് എത്തിക്സ് എന്ന് പറയുന്നതാണ് സെറ്റ് ഓഫ് റൂൾസ് ദാറ്റ് ദ എഞ്ചിനീയർ മസ്റ്റ് ഫോളോ. അത് എല്ലായിടത്തും ഒരേപോലെ ആവണമെന്നില്ല. എഞ്ചിനീയറിംഗ് പ്രാക്ടീസ് ഡിഫറെൻ്റ് ആവുന്നതിനനുസരിച്ചിട്ട് ഈ കോഡിൻ്റെ അകത്തും ഡിഫറൻസ് ഉണ്ടായിരിക്കും. ആൻഡ് ഫൈനലി ഈ എത്തിക്സ് എന്ന് പറയുന്നത് ഇൻറ്റൻസ്ലി പേഴ്സണൽ ആണ്. അൾട്ടിമേറ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ സോ ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് എന്തൊക്കെ വരുന്നു എന്നതിനെ ബേസ് ചെയ്തിട്ടും ഈ എഞ്ചിനീയറിംഗ് എത്തിക്സിൻ്റെ അകത്ത് ഡിഫറൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഈ ലാസ്റ്റത്തെ 2 ടോപ്പിക്കുകൾ ഓക്കെ ആണോ? ജസ്റ്റ് വായിച്ചു പോകേണ്ട കൺസെപ്റ്റുകളേ ഉള്ളൂ. അതിനകത്തുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാത്രം ഒന്ന് നോട്ട് ചെയ്യാം. ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കൺസെപ്റ്റാണ്. എഞ്ചിനീയറിംഗ് റൈറ്റിലെ പാറ്റന്റ് ഒക്കെ നിങ്ങൾ ഓൾറെഡി കേട്ടതാണ്. അതിനകത്തുള്ള കുറച്ച് പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ എഴുതാൻ വേണ്ടി. ഓക്കെ, ബാക്കിയൊക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന കൺസെപ്റ്റുകൾ തന്നെയാണ്. ക്ലിയർ ആണോ ഈ ലാസ്റ്റ് 2 ടോപ്പിക്ക്? ഡിസൈൻ റൈറ്റ് ആൻഡ് എത്തിക്സ് ഇൻ എഞ്ചിനീയറിംഗ് ഓർ എത്തിക്സ് ഇൻ ഡിസൈൻ. ഓക്കെ, ഇതോടെ നമ്മൾ തിയറി പാർട്ട് ഫിഫ്ത്ത് മൊഡ്യൂളിന്റെ തിയറി പാർട്ട് കംപ്ലീറ്റ് ചെയ്തു. കുറച്ച് ആക്ടിവിറ്റീസ് ആണ് നമുക്ക് ചെയ്യേണ്ടത്. അത് നമുക്ക് മെയിനായിട്ടും നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്, ഇന്നത്തെ ക്ലാസ് കൂടി കഴിഞ്ഞാൽ എക്സാം കഴിഞ്ഞാൽ പിന്നെ ഓഫ്ലൈൻ ക്ലാസ്സുകളായിരിക്കും. ആ സമയത്ത് ഈ ആക്ടിവിറ്റീസ് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഇന്ന് ഈ ഫിഫ്ത്ത് മൊഡ്യൂളിന്റെ തിയറി പാർട്ട് ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. ഓക്കെ, സോ നെക്സ്റ്റ് 2 ക്ലാസ് കൊണ്ട് നമ്മൾ ഈ മൊഡ്യൂൾ വൈൻഡപ്പ് ചെയ്യും. ആ നെക്സ്റ്റ് 2 ക്ലാസ്സിൽ നമ്മൾ ആക്ടിവിറ്റീസ് ആയിരിക്കും ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. കാരണം എസ്സേ ക്വസ്റ്റ്യൻസ് ഒക്കെ എപ്പോഴും ആക്ടിവിറ്റി പാർട്ടായിട്ടാണ് വരുന്നുണ്ടാവുക. ഓക്കെ, സോ നിങ്ങളൊന്ന് റെസ്പോണ്ട് ചെയ്യണം. നിങ്ങളുടെ ഹെൽപ്പോടുകൂടി തന്നെയാണ് നമ്മൾ ഈ ഫിഫ്ത്ത് മൊഡ്യൂളിന്റെ തിയറി പാർട്ട് ഒന്ന് കൺക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, so module 5, the important point: design for production, design for use, and design for sustainability. Okay, first of all, what is concurrent engineering? What is the concept of concurrent engineering? Concept of concurrent engineering. എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്യുക. നിങ്ങൾക്ക് തെറ്റിപ്പോകുന്നതുകൊണ്ട് വിഷയമൊന്നുമല്ല. നമ്മളിത് മൊത്തത്തിൽ ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് കൺക്ലൂഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്ലൈഡ് വായിക്കാനൊക്കെ എളുപ്പമായിരിക്കും. പെട്ടെന്ന് തന്നെ വായിക്കുന്ന സമയത്ത് ടോപ്പിക്സ് ഒക്കെ ഈസിലി ഫോളോ ചെയ്തിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ നിങ്ങൾ കൺസെപ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. വാട്ട് ഈസ് ദ കൺസെപ്റ്റ് ഓഫ് കൺകറന്റ് എഞ്ചിനീയറിംഗ്? What is the concept of concurrent engineering? Just a key point മാത്രം പറഞ്ഞാൽ മതി, ഡീറ്റെയിൽ ആയിട്ട് പറയണ്ട. കൺസെപ്റ്റ് ഓഫ് കൺകറന്റ് എഞ്ചിനീയറിംഗ് ഈ മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രീവിയസ് മൊഡ്യൂളിലും ഇതിന്റെ ഒരു പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. യെസ്, സൈമുൾട്ടേനിയസ് ഓപ്പറേഷൻ. സൈമുൾട്ടേനിയസ് ആയിട്ട് ഡിഫറെന്റ് ഓപ്പറേഷൻ പാരലൽ ആയിട്ട് ചെയ്യുന്നതിനെയാണ് കൺകറന്റ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. If we perform this concurrent engineering in a controlled manner, we can produce
the output or the product with high quality and with low cost and low time. Okay, so design, manufacturing, distribution, support, maintenance, and disposal, all these things can be performed parallelly or concurrently. That is the concept of concurrent engineering. Okay, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ ഇതിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മീൻസ് ഇതിന്റെ ടോപ്പിക്കുകളൊക്കെ ഒന്ന് കൺക്ലൂഡ് ചെയ്യുകയാണ്. ഇതുവരെ ശ്രദ്ധിക്കാത്ത ആളുണ്ടെങ്കിലും ഇതൊന്ന് കൺക്ലൂഷൻ കഴിയുമ്പോഴേക്കും നമുക്ക് ഒരു ഐഡിയ കിട്ടും, മെറ്റീരിയൽസ് വായിക്കാൻ എളുപ്പമായിരിക്കും. ഓക്കെ, ഡിസൈൻ ഫോർ പ്രൊഡക്ഷൻ. We also call this as design for manufacturing, DFM. What is the concept of DFM? Key points മാത്രം പറഞ്ഞാൽ മതി. What is the concept of DFM? Design for manufacturing or design for production. What is the concept of design for production? Design for production concept. എല്ലാവരും റെസ്പോണ്ട് ചെയ്യുന്നു. നിങ്ങൾ മനസ്സിലാക്കിയ കൺസെപ്റ്റ് ഒന്ന് ഷെയർ ചെയ്താൽ മതി. അത് തെറ്റായാലും കുഴപ്പമൊന്നുമില്ല. What is the concept of design for manufacturing or design for production? Yes, exactly. That is the key point. Minimize the cost. Minimize the cost of production ആണ് ഡിസൈൻ ഫോർ പ്രൊഡക്ഷൻ ഓർ ഡിസൈൻ ഫോർ മാനുഫാക്ചറിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇത് റിലേറ്റഡ് ആയിട്ട് നമ്മൾ പ്രീവിയസ് മൊഡ്യൂളിൽ പഠിച്ച ഒരു ടേം എന്തായിരുന്നു? ഫോർത്ത് മൊഡ്യൂളിൽ പഠിച്ച ഒരു ടേം എന്തായിരുന്നു? ഇത് റിലേറ്റഡ് ആയിട്ട് മിനിമൈസ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. എക്സാക്ട്ലി, ആകർഷ് പറഞ്ഞത് കറക്റ്റ് ആണ്. ഇത് റിലേറ്റഡ് നമ്മൾ പ്രീവിയസ് മൊഡ്യൂളിൽ ഒരു കൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു റിലേറ്റഡ് ആയിട്ട്. വാട്ട് ഇസ് ദാറ്റ്? യെസ്, എക്സാക്ട്ലി, വാല്യൂ എഞ്ചിനീയറിംഗ്. ഓക്കെ, ഗുഡ്. സോ വാല്യൂ എഞ്ചിനീയറിംഗ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് ആണ് ഈ ഒരു കോസ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ദ ഡിസൈൻ ഫോർ പ്രൊഡക്ഷൻ ഓർ ഡിസൈൻ ഫോർ മാനുഫാക്ചറിംഗ് ഈസ് ടു റിഡ്യൂസ് ദ കോസ്റ്റ് പ്ലസ് ടൈം കൂടിയുണ്ട്. കോസ്റ്റ് ആൻഡ് ടൈം. നമ്മൾ വാല്യൂ എഞ്ചിനീയറിംഗിൻ്റെ അകത്ത് മെയിൻ ആയിട്ട് കോസ്റ്റിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ബട്ട് ഡിസൈൻ ഫോർ മാനുഫാക്ചറിംഗ് ഓർ ഡിസൈൻ ഫോർ പ്രൊഡക്ഷൻ, ഹിയർ വി കോൺസെൻട്രേറ്റ് ബോത്ത് ഐദർ ടൈം or cost or both time and cost. Okay, so design for manufacturing is based on minimizing the cost of the production plus time of the production while maintaining an appropriate level of quality. Quality is കുറയാനോ പാടില്ല. And we perform this by the formation of design team. ഈ ഡിസൈൻ ടീം എന്ന് പറയുന്നത് മൾട്ടി ഡിസിപ്ലിനറി ആയിരിക്കും. വാട്ട് ഇസ് ദ കൺസെപ്റ്റ് ഓഫ് മൾട്ടി ഡിസിപ്ലിനറി? ഡിഫറെന്റ് ടൈപ്പ് ആയിട്ടുള്ള അല്ലെ ഡിഫറെന്റ് ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ചേർന്നതായിരിക്കും ഈ ഒരു ടീം എന്ന് പറയുന്നത്. അത് എഞ്ചിനീയേഴ്സ്, മാനുഫാക്ചറിംഗ് മാനേജേഴ്സ്, ലോജിസ്റ്റിക് സ്പെഷ്യലിസ്റ്റ്, കോസ്റ്റ് അക്കൗണ്ടൻസ്, മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് പ്രൊഫഷണൽ, ഇങ്ങനെ ഡിഫറെന്റ് ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ചേർന്നതായിരിക്കും ഈ ഒരു ഡിസൈൻ ടീം എന്ന് പറയുന്നത്. ആൻഡ് ദേ ഹാവ് ടു യൂസ് ദെയർ എക്സ്പീരിയൻസ് ടു produce this product with minimum cost and minimum time. Okay, then there are 6 steps in design for manufacturing. Estimate the manufacturing cost for given alternative. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റിന്റെ കോസ്റ്റ് ആണോ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ചൂസ് ചെയ്ത ഫൈനൽ പ്രൊഡക്റ്റിന്റെ അല്ലെ ഫൈനൽ ഡിസൈനിന്റെ കോസ്റ്റ് ആണോ ഒന്നാമത്തെ സ്റ്റെപ്പ് ഉദ്ദേശിക്കുന്നത്? റെസ്പോണ്ട് ചെയ്തത്. എസ്റ്റിമേറ്റ് ദ മാനുഫാക്ചറിങ് കോസ്റ്റ് ഫോർ എ ഗിവൺ ഡിസൈൻ ആൾട്ടർനേറ്റീവ്. നമ്മളിപ്പോൾ ചൂസ് ചെയ്ത ആ ഒരു ഡിസൈനിന്റെ കോസ്റ്റ് ആണോ ഒന്നാമത്തെ സ്റ്റെപ്പ് ഉദ്ദേശിക്കുന്നത്? ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഇപ്പം ഫൈനലി ചൂസ് ചെയ്ത ഡിസൈനിന്റെ കോസ്റ്റ് എസ്റ്റിമേഷൻ ആണോ ഉദ്ദേശിക്കുന്നത് ഒന്നാമത്തെ സ്റ്റെപ്പ്? യെസ്, മാനുഫാക്ചറിങ് കോസ്റ്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആ മാനുഫാക്ചറിങ് കോസ്റ്റ് നമ്മളിപ്പോൾ സെലക്ട് ചെയ്ത ഒരു ഫൈനൽ ഡിസൈൻ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടാവല്ലോ, ആ ഫൈനൽ ഡിസൈൻ സെലക്ട് ചെയ്ത ഡിസൈനിന്റെ മാനുഫാക്ചറിങ് കോസ്റ്റ് ആണോ എസ്റ്റിമേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒന്നാമത്തെ സ്റ്റെപ്പ് വൈസ്? ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ
ഡിസൈൻ ആൾട്ടർനേറ്റീവ് എന്നുള്ള ടേം ഒന്ന് ആലോചിക്കുക. ഡിസൈൻ ആൾട്ടർനേറ്റീവ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. നമ്മൾ ഓൾറെഡി ഒന്നാമത്തെ മൊഡ്യൂളിൽ ഡിസൈൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് ആൾട്ടർനേറ്റീവ്സ് അവിടെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അതിൻ്റെ അകത്തുനിന്നാണ് ഒന്ന് നമ്മൾ ബെസ്റ്റ് സെലക്ട് ചെയ്തിട്ട് ആ ഡിസൈൻ ചൂസ് ചെയ്തിട്ട് അതിനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. ഓക്കെ, സോ ഹിയർ ഫോർ ഡിസൈൻ ഫോർ മാനുഫാക്ചറിങ് വി ഹാവ് ടു കൺസിഡർ ദ ഡിസൈൻ ആൾട്ടർനേറ്റീവ്സ് ഓൾസോ. ഡിസൈൻ ആൾട്ടർനേറ്റീവ്സിന്റെ മാനുഫാക്ചറിങ് കോസ്റ്റ് കൂടി ഒന്ന് എസ്റ്റിമേറ്റ് ചെയ്ത് നോക്കുക. എന്തുകൊണ്ടാണ്? ഇൻ കേസ് നമ്മൾ സെലക്ട് ചെയ്ത ഫൈനൽ പ്രോഡക്റ്റ് അല്ലെ ഫൈനൽ ഡിസൈൻ പല കാരണങ്ങൾ കൊണ്ട് ഫീസിബിൾ അല്ല എങ്കിൽ നമ്മൾ ആൾട്ടർനേറ്റീവ്സിൻ്റെ അകത്തുള്ള അടുത്ത ബെസ്റ്റ് ആണ് എടുക്കുന്നുണ്ടാവുക. സോ അതിന്റെ കോസ്റ്റ് കൂടി നമ്മളൊന്ന് എസ്റ്റിമേറ്റ് ചെയ്ത് വെക്കണം. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ഈ ഒരു ലാസ്റ്റ് പോയിന്റ് നോക്കുക, ഡിസൈൻ ആൾട്ടർനേറ്റീവ് എന്താണ് ചോദിച്ചത്. നമ്മൾ സെലക്ട് ചെയ്തതിന്റെ അല്ല ഉദ്ദേശിക്കുന്നത്, ഡിസൈൻ ആൾട്ടർനേറ്റീവ്സിന്റെ കൂടി മാനുഫാക്ചറിങ് കോസ്റ്റ് ഒന്ന് എസ്റ്റിമേറ്റ് ചെയ്ത് വെക്കുക. കാരണം ഏറ്റവും ലാസ്റ്റ് സ്റ്റെപ്പ് ഉണ്ട്, ഇഫ് ദ റിസൾട്ട്സ് ആർ നോട്ട് ആക്സെപ്റ്റബിൾ റിവൈസ് ദ ഡിസൈൻ. ഈ ഡിസൈൻ ഒന്നുകൂടി റിവൈസ് ചെയ്യേണ്ടി വരും. ആ റിവൈസ് ചെയ്യുന്നത് ചിലപ്പോൾ നമ്മൾ ഇവിടെയുള്ള ഏതെങ്കിലും ഡിസൈൻ ആൾട്ടർനേറ്റീവ് കൺസെപ്റ്റ് ആയിരിക്കും എടുക്കുന്നുണ്ടാവുക. അതിനു വേണ്ടിയിട്ടാണ് ഡിസൈൻ ആൾട്ടർനേറ്റീവിന്റെ മാനുഫാക്ചറിങ് കോസ്റ്റ് കൂടി എസ്റ്റിമേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. അത് ക്ലിയർ ആണോ ആ ഒരു കൺസെപ്റ്റ്? ഡിസൈൻ ആൾട്ടർനേറ്റീവിന്റെ കോസ്റ്റ് ആണ് എടുക്കുന്നത്, അതിന്റെ റീസൺ എന്താണ് എന്ന് ക്ലിയർ ആണോ? ഓക്കെ, then reduce the cost of component and try to reduce the cost of component, reduce the cost of assembly, reduce the cost of supporting production. ഇതൊക്കെ ചെയ്തിട്ടും if the results are not acceptable, നമ്മുടെ കോസ്റ്റിന്റെ ഉള്ളിൽ വരുന്നതല്ല, നമ്മുടെ ഫീസിബിലിറ്റിയുടെ ഉള്ളിൽ വരുന്നതല്ല എങ്കിൽ റിവൈസ് ദ ഡിസൈൻ by selecting any of the design alternatives. These are the steps in design for manufacturing. Also we have to consult with the expert so that we can reduce the cost. കാരണം എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്ക് ഇന്ന രീതിയിൽ ചെയ്താൽ കുറച്ചുകൂടി കോസ്റ്റ് ലാഭിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇന്ന മെറ്റീരിയൽസ് യൂസ് ചെയ്താൽ കോസ്റ്റ് ലാഭിക്കാൻ പറ്റും എന്നൊക്കെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർക്ക് പറയാൻ പറ്റും. സോ വി ഹാവ് ടു കൺസൾട്ട് ദ എക്സ്പേർട്സ് ഓൾസോ. വൺ മോർ തിങ്, വി ഹാവ് ടു യൂസ് ദ കൊമേഴ്ഷ്യലി അവൈലബിൾ ഇൻപുട്ട് റേദർ ദാൻ കസ്റ്റം പാർട്ട്. അതായത് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന പാർട്ടിന് പകരം കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ള പാർട്ടുകൾ മാക്സിമം യൂസ് ചെയ്യാൻ പറ്റുക. കാരണം ലാർജ് സ്കെയിലാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഉള്ള പ്രൊഡക്ഷൻ കോസ്റ്റ് നമ്മൾ ഇൻഡിവിജ്വലി സെപ്പറേറ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്തതിനെക്കാട്ടും കുറവായിരിക്കും. കാരണം ലാർജ് സ്കെയിൽ പ്രൊഡക്ഷനും സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒന്നോ രണ്ടോ വേണ്ടിയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന കോസ്റ്റും വ്യത്യാസം ഉണ്ടാവും. സോ ട്രൈ ടു യൂസ് കൊമേഴ്ഷ്യലി അവൈലബിൾ ഇൻപുട്ട്. ഓക്കെ, ഇത്രയാണ് ഡിസൈൻ ഫോർ മാനുഫാക്ചറിങ് ഓർ ഡിസൈൻ ഫോർ പ്രൊഡക്ഷൻ. Design for assembly. Assembly means combining different parts together to form the final product. That is the concept of assembly. Okay. Then design for use. Design for use in the വരുന്ന രണ്ട് important concepts. What are the two important concepts coming under design for use? Design for use. രണ്ട് ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റുകളുണ്ട്. എന്തൊക്കെയാ? ആ പോയിന്റ് മാത്രം ഒന്ന് നിങ്ങൾ റെസ്പോണ്ട് ചെയ്താൽ മതി. കാരണം ആ പോയിന്റ് ഒക്കെ കിട്ടിയാൽ തന്നെ, അതായത് ഇന്ന ടോപ്പിക്കിന്റെ അണ്ടറിൽ ഈ പോയിന്റ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ തന്നെ അത് വെച്ച് നിങ്ങൾക്ക് ബാക്കി എഴുതാൻ പറ്റും. ബട്ട് അതിന്റെ അണ്ടറിൽ ഈ പോയിന്റ് ആണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ആ കൺസെപ്റ്റുകളൊക്കെ അത്രയേ ഉള്ളൂ, സിമ്പിൾ കൺസെപ്റ്റുകളാണ്. യെസ്, വൺ ഈസ് റിലയബിലിറ്റി ഗുഡ്. വൺ മോർ തിങ്, first one is reliability, second one is design for use. First one is reliability. What is the second point? സിസ്റ്റം ഫെയിൽ ആയി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? സിസ്റ്റം ഫെയിൽ ആയി പോയാലോ അതിന്റെ റിപ്പയർ ഒക്കെ റിലേറ്റ് ചെയ്ത ടേം എന്താ? യെസ്, എക്സാക്ട്ലി, ഗുഡ് മെയിൻ്റെനൻസ്. Maintenance or maintainability. These are the two things coming under design for use. Reliability means the probability that an item will perform its function under some specified condition. That is the concept of reliability. So specified condition ആയിട്ട് പ്രോപ്പർ ആയിട്ട് ഇത് വർക്ക് ചെയ്യാനുള്ള പ്രോബബിലിറ്റി. That is the concept of reliability.
നമുക്ക് എപ്പോഴും ഇതൊരു സ്പെസിഫൈഡ് കണ്ടീഷൻ അണ്ടറിലാണ് നമുക്കിത് പറയാൻ പറ്റുള്ളൂ. ആൻഡ് മെയിൻറ്റൈനബിലിറ്റി മീൻസ് ഒരു ഫീൽഡ് കമ്പോണന്റ് റീസ്റ്റോർ ഓർ റീപ്ലേസ് ചെയ്യാനുള്ള ആ ഒരു പ്രോബിലിറ്റിനെയാണ് മെയിൻറ്റൈനബിലിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ദ ഡിസൈനർ ഹാവ് ടു ടേക്ക് ആൻ ആക്റ്റീവ് റോൾ ഇൻ ദിസ് പ്രോസസ്. കാരണം അവർ തീരുമാനിക്കണം എത്ര ടൈമിനുള്ളിൽ റിപ്പയർ ചെയ്യപ്പെടണം, ഇന്ന റൂൾസ് ഫോളോ ചെയ്തിട്ട് വേണം ഇത് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് ഡിസൈൻ ഫോർ യൂസ്. Okay, so finally design for sustainability. What is the concept of design for sustainability? Design for sustainability concept. സസ്റ്റൈനബിൾ എഞ്ചിനീയറിംഗ് ഒക്കെ നിങ്ങൾ പഠിക്കുന്നതാണ്. സോ അത് എന്ത് റിലേറ്റഡ് ആയിരിക്കും? നമ്മൾ ഉണ്ടാക്കുന്ന ഡിസൈൻ എന്ത് ഫോളോ ചെയ്യണം, എന്ത് മീറ്റ് ചെയ്യണം? എക്സാക്ട്ലി, ഗുഡ്. ലെസ് ഇമ്പാക്ട് ഓൺ എൻവയോൺമെന്റ്. നമ്മൾ ഉണ്ടാക്കുന്നത് ലെസ് ഇമ്പാക്ട് മാത്രമേ ഉണ്ടാക്കാൻ പാടുള്ളൂ. ലൈക്ക് ദ ക്വാളിറ്റി ഓഫ് എയർ, ദ ക്വാളിറ്റി ഓഫ് വാട്ടർ, എനർജി കൺസപ്ഷൻ ആൻഡ് വേസ്റ്റ് ജനറേഷൻ. ഈ ഇത്രയും ഫാക്ടേഴ്സ് നമ്മൾ ഉണ്ടാക്കുന്ന ഡിസൈൻ കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, നോർമലി വി കൺസിഡർ ദിസ് എയർ ക്വാളിറ്റി ഓൺലി, or but we have to consider the quality of water, the energy consumption and waste generation also. And there is a tool to identify this environmental impact. ആ ടൂളിന്റെ പേരെന്താ? There is a tool to identify the impact created by our design. എൻവയോൺമെന്റിൽ ഇത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഇമ്പാക്റ്റിനെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടൂൾ ഉണ്ട്. അതെന്താണ്? ഓക്കെ, നമുക്ക് ടൈം എത്രയേ ഉള്ളൂ, കുറച്ച് സ്പീഡ് ആയിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അതാണ് LCA, ലൈഫ് സൈക്കിൾ അസസ്മെന്റ്. ഇറ്റ്സ് എ ടൂൾ ദാറ്റ് ഈസ് ഡെവലപ്ഡ് ടു ഹെൽപ്പ് ദ പ്രൊഡക്റ്റ് ഡിസൈനേഴ്സ് അണ്ടർസ്റ്റാൻഡ്, അനലൈസ് ആൻഡ് ഡോക്യുമെന്റ് ദ ഫുൾ റേഞ്ച് ഓഫ് എൻവയോൺമെന്റൽ എഫക്ട്. നമ്മുടെ ഡിസൈനിന് ഉണ്ടാക്കുന്ന ഫുൾ ഡിസൈൻ മാത്രമല്ല, ഡിസൈൻ കൊണ്ട് ഉണ്ടാക്കിയ പ്രൊഡക്റ്റ് അതിന്റെ ഡിസ്പോസൽ വരെയുള്ള സ്റ്റേജിൻ്റെ അകത്ത് എന്തൊക്കെ എൻവയോൺമെന്റൽ എഫക്ട് ഉണ്ടാക്കും എന്ന് അനലൈസ് ചെയ്യുന്നതും ഡോക്യുമെന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ലൈഫ് സൈക്കിൾ അസസ്മെന്റ്. And it consists of 3 steps: inventory analysis, impact analysis and improvement analysis. Inventory analysis means എന്തൊക്കെ ഇൻപുട്ടുകൾ കൊടുക്കുന്നു, എന്തൊക്കെ ഔട്ട്പുട്ട് കിട്ടുന്നു, എന്തൊക്കെ ഇന്റർമീഡിയറ്റ് ഔട്ട്പുട്ട് ഉണ്ട് എന്ന് ലിസ്റ്റ് ചെയ്യുന്ന അനാലിസിസ് ആണ് ഇൻവെന്ററി അനാലിസിസ്. ഇനി ഈ ഇൻപുട്ട്, ഔട്ട്പുട്ട്, ഇന്റർമീഡിയറ്റ് ഔട്ട്പുട്ട് എന്തൊക്കെ എഫക്റ്റ് എൻവയോൺമെന്റ് ഉണ്ടാക്കുന്നു എന്നുള്ള ലിസ്റ്റ് പറയുന്നതാണ് ഇമ്പാക്ട് അനാലിസിസ്. ഇംപ്രൂവ്മെന്റ് അനാലിസിസ് മീൻസ് ഈ എഫക്റ്റുകളെ നമുക്ക് ഏതൊക്കെ രീതിയിൽ സോൾവ് ചെയ്യാൻ പറ്റും, ഇംപ്രൂവ് ചെയ്യാൻ പറ്റും, എന്തൊക്കെ മെഷേഴ്സ് എടുക്കാൻ വേണ്ടി പറ്റും എന്ന് പറയുന്ന ലിസ്റ്റാണ് ഇംപ്രൂവ്മെന്റ് അനാലിസിസ്. ഈ മൂന്നും ഒന്ന് ഓർമ്മിച്ച് വെക്കാം: ഇൻവെന്ററി അനാലിസിസ്, ഇമ്പാക്ട് അനാലിസിസ് ആൻഡ് ഇംപ്രൂവ്മെന്റ് അനാലിസിസ്. Okay, finally, not finally, the second part is a cost, related to cost estimation, and 3 type of cost: labor cost, material cost and overhead cost. Labor cost ന്റെ അകത്ത് ഡയറക്റ്റ് പേയ്മെന്റ് ടു എംപ്ലോയീസും ഉണ്ട്, സപ്പോർട്ട് പേഴ്സണൽസിനുള്ളതും ഉണ്ട്, പ്ലസ് ഇൻഡയറക്റ്റ് കോസ്റ്റും ഉണ്ട്. ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് എംപ്ലോയിക്ക് ഡയറക്റ്റ് പേ ചെയ്യുന്നതല്ല, ലൈക്ക് ലൈഫ് ഇൻഷുറൻസ്, റിട്ടയർമെന്റ് ബെനിഫിറ്റ്, അതേപോലെയുള്ളതിനെയാണ് ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രോട്ടോടൈപ്പിന്റെ സമയത്ത് തന്നെ ഈ കോസ്റ്റിനെ പറ്റിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ദെൻ മെറ്റീരിയൽസിന്റെ കോസ്റ്റ് അത് മാനേജ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ആണ് ബിൽ ഓഫ് മെറ്റീരിയൽ, BOM. അത് എത്ര പാർട്ടുകൾ വേണം, ആ ഓരോ പാർട്ടിന്റെയും എമൗണ്ട് എത്രയാണ് എന്നൊക്കെ ഇതിൽ ലിസ്റ്റ് ചെയ്യും. അതാണ് BOM, ബിൽ ഓഫ് മെറ്റീരിയൽ. ആ ടേമും ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കുക. ഫൈനലി ഓവർ ഹെഡ്, ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിന് വേണ്ടി ചാർജ് ചെയ്യാൻ പറ്റാത്ത ഇതിനാണ് ഓവർ ഹെഡ് എന്ന് പറയുക: റെന്റ്, യൂട്ടിലിറ്റി, ട്രാവൽ, എക്സെട്ര. ഓക്കെ, ദെൻ കോസ്റ്റ് ഓഫ് ഡിസൈൻ ആൻഡ് കോസ്റ്റ് ഓഫ് ദ ഡിസൈൻ ഡിവൈസ്. കോസ്റ്റ് ഓഫ് ഡിസൈൻ മീൻസ് ഡിസൈൻ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കോസ്റ്റ്. കോസ്റ്റ് ഓഫ് ഡിസൈൻഡ് ഡിവൈസ് എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ മാർക്കറ്റ് വാല്യൂ. മാർക്കറ്റ് എത്രത്തോളം അതിന് പേ ചെയ്യാൻ റെഡിയാണ് എന്നുള്ളതിനായിരിക്കും രണ്ടാമത്തെ പാർട്ട് ഡിപെൻഡ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ മാർക്കറ്റിംഗ് പ്രൊഫഷണൽ ടു
അണ്ടർസ്റ്റാൻഡ് ഓർ ഐഡന്റിഫൈ ദ നീഡ്, ഓർ ഏത് രീതിയിൽ ഡിസൈൻ ചെയ്യണമെന്ന് ഐഡന്റിഫൈ ചെയ്യേണ്ടത് മാർക്കറ്റിംഗ് പ്രൊഫഷണൽസിന്റെ ഡ്യൂട്ടിയാണ്. ആഫ്റ്റർ ദാറ്റ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ഡിസൈൻ റൈറ്റ് എന്നുള്ള കൺസെപ്റ്റ്. ഫൈനലി എത്തിക്സ് ഇൻ ഡിസൈൻ. എത്തിക്സ് ഇൻ ഡിസൈൻ്റെ അകത്തുള്ള എത്തിക്കൽ റൂൾ ഓർ കോഡ് ഓഫ് എത്തിക്സ്. ഓക്കെ, ഇത്രയുമാണ് നമ്മുടെ 5ാമത്തെ മൊഡ്യൂളിൻ്റെ അകത്തുള്ള തിയറി കൺസെപ്റ്റുകൾ. ഓക്കെ ആണോ? എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്തത്. ഈ സിമ്പിൾ ടോപ്പിക്കുകളും സിമ്പിൾ കൺസെപ്റ്റുകളും ഒക്കെയാണ്. എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്തത്. 5th മൊഡ്യൂൾ തിയറി പാർട്ട് ഓക്കെ ആണോ? ആക്ടിവിറ്റി പാർട്സ് നമുക്ക് ഓഫ്ലൈൻ ക്ലാസ്സുകളിൽ ചെയ്യാം. ഓക്കെ, ബാക്കി എല്ലാവരും ഒന്ന് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുക. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ, നിങ്ങൾ അറ്റൻഡൻസ് പറഞ്ഞോളൂ. അഭിനന്ദ്, അഭിനവ്, അഭിരാം. പിന്നെ വർഷനാഥെ, വേറ്റി, ആഗ്ന, അഖില, അജൽ. ആകർഷ്, ഗോകുൽ, അക്ഷര, ആൽബിൻ, അഞ്ജീത, അനുജിത്, അനുരാഗ്, അരുണിമ, അശ്വിൻ, അശ്വന്ത്, അശ്വിൻ കെ, അശ്വിൻ പവിത്രൻ, അശ്വന്ത് അനിൽകുമാർ, അസ്വൽ, അശ്വന്ത് ടി കെ, അശ്വതി, അതുൽ, ദീപിക, ദേവിക, 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 ഫാത്തിമ, മിസ്ബ, ഷഹല, മിസ്ബ, മിസ്ബ ആബ്സെന്റ്, ഷഹല ഓക്കെ, ഷിബിലിയ, സുഹറ, ഗാദ, ഗോപിക, ഇഷ, കിരൺ, മാളവിക, നബീൽ, മോസിന, മോസിൻ, ഫഹദ്, സദഫ്, ഫഹദ് സദഫ്, ഫഹദ് ആബ്സെന്റ്, സഹൽ ഓക്കെ, നന്ദന, നേഹ, നിഹാരിക, നിർമ്മൽ, നിവേദിത, നൈനിക, പുണ്യ, രജത്, സഹില, സഹില, സഹില ആബ്സെന്റ് ഓക്കെ, സാരംഗ്, ഷഹാന, ഷനിൽ, ഷോണിൻ, സിദ്ധാർത്ഥ് പ്രേമൻ, സിദ്ധാർത്ഥ് സുനിൽ, സൗരവ്, ശ്രീരജ്, ടൈഫൻ, സൗരവ്, സൗരവ് ആബ്സെന്റ്, വർഷനാഥ്, വിഘ്നേഷ്, വിശ്രുത്, പ്രണവ്, സീലിയ. ഓക്കെ ഓക്കെ ദെൻ നെക്സ്റ്റ് നമുക്ക് നല്ല രീതിയിൽ എഴുതുക. ഓക്കെ, ബാക്കി ഇനി ഓഫ്ലൈൻ ക്ലാസ് എടുക്കാം. താങ്ക് യു.